ഹലോ ഗൈസ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്നൊരു ശനിയാഴ്ചയാണ്. എനിക്ക് ക്ലാസ് ഇല്ല, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നമുക്കിന്നൊരു സൈക്കിൾ അന്വേഷിച്ച് പോകാമെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സൈക്കിളില്ലാതെ ഒരു കാര്യം അവിടെ നടക്കില്ല. അപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് നിന്ന് അവിടെ നിന്ന് ഇനി 3 മിനിറ്റ്സിൽ 85A എന്ന് പറയുന്നൊരു ബസ് വരുന്നുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് എവിടെയോ പോകണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ സ്ഥലമൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ പോകേണ്ട സ്ഥലം എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം, 1776 ഓക്കോണോർ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എവിടെ നിന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല, കുറച്ച് ദൂരെയാണ്, അത് മാത്രം അറിയാം. അപ്പോൾ 85A എന്ന് പറയുന്ന ബസ്സിൽ കയറിയിട്ട് അത് 3 മിനിറ്റിൽ വരും. അതേ കാണുന്ന ആ ബസ് സ്റ്റോപ്പിലാണ് എനിക്ക് പോകേണ്ടത്. അവിടെ പോയി നിന്നിട്ട് ബസ്സിൽ കയറി ഇരുന്നിട്ട് ഇവിടെ പോയിട്ട് ഇയാളെ ഏത് നാട്ടുകാരനാണെന്ന് തന്നെ അറിയില്ല, അയാൾക്ക് സൈക്കിൾ ഉണ്ടോയെന്ന് അറിയില്ല. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പരിചയപ്പെട്ട ആളാണ്. ചെന്നിട്ട് കണ്ട് കാര്യം പറഞ്ഞു നോക്കാം, ചേട്ടാ പാവപ്പെട്ട സ്റ്റുഡൻ്റാണ്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഒന്നും കൈയും കാലും പിടിച്ച് നോക്കാം. പുള്ളി ഒരു സൈക്കിൾ തരുമോ നോക്കട്ടെ. പുള്ളി പറയുന്ന വിലയൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. എന്തായാലും വില ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് പുള്ളിയുടെ ഒരു സൈക്കിൾ മേടിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഇന്ന് ഗൂഗിൾ ചതിക്കുമോ, ആരൊക്കെ ചതിക്കുന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇന്ന് പോയിട്ട് ഒരു സൈക്കിൾ ഒന്ന് മേടിക്കണം. അതാണ് ഇന്നത്തെ പ്രധാന ടാസ്ക്. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഇന്നൊരു സൈക്കിൾ മേടിക്കുന്ന വീഡിയോ ആണ്. കൂടെ പിടിച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ് ഉണ്ടാവും തോന്നും. നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. കണ്ടോ? ഓക്കെ. ഇതിൻ്റെ അകത്ത് കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഷെപ്പേർഡ് അവന്യൂ ഈസ്റ്റ് അവിടെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ വരാനുള്ളത്. ഷെപ്പേർഡ് അവന്യൂ ഈസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഷെപ്പേർഡ് ഈസ്റ്റ് ടു ഡോൺ മിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ബസ്സിലാണ് കയറേണ്ടത്. എന്നിട്ട് 44 സ്റ്റോപ്പ്. എൻ്റെ അമ്മേ, അത് കുറേ ഉണ്ടല്ലോ എന്ന്. ഇതാ ഇവിടെ വന്ന് ഇറങ്ങണം. ഷെപ്പേർഡ് അവന്യൂ ഈസ്റ്റ് വിക്ടോറിയ പാർക്ക് അവന്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ പിന്നെ 4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വിക്ടോറിയ പാർക്കിൽ നിന്ന് അടുത്ത ബസ് എടുക്കണം. അത് 22 സ്റ്റോപ്പ്. എൻ്റെ അമ്മേ, കണ്ടോ, ഞാൻ എവിടെയോ പോവാണ്. ഈ നോർത്ത് യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എന്താണെങ്കിലും ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. ഇന്ന് തെറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഷെപ്പേർഡ് ഈസ്റ്റ് ടു ഡോൺ മിൽ സ്റ്റേഷൻ എന്ന ബോർഡുണ്ടാവും, അത് നോക്കണം. നമ്മളിത് ചിലപ്പോൾ തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന വണ്ടികളാണ് സാധാരണ കയറുന്നത്. അങ്ങനെയാണ് എനിക്ക് സ്ഥിരം തെറ്റ് പറ്റാറ്. ഇന്ന് തെറ്റിയിട്ടില്ല. കോളിൻസ് റോഡ്, അതേ സാധനം ഇവിടെയും കാണുന്നുണ്ടോ, ഈ കോളിൻസ് റോഡ്, അതാണ് ഈ സ്റ്റേഷൻ. അങ്ങനെ നോക്കിപ്പോയാൽ കറക്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നെന്തായാലും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് വഴിയെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വിക്ടോറിയ പാർക്ക് അവന്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത് കണ്ടുപിടിക്കണം. 34 മിനിറ്റും കൂടെ എനിക്ക് ഇനി സമയമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 1 മിനിറ്റ് വാക്ക് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ എടുത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോകണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വാക്കിംഗ് സമയമാണ്. ഇവിടെ നിന്ന് നടന്ന് എൻ്റെ ഒരു ബലമായ വിശ്വാസത്തിൻ്റെ ആ കാണുന്നതാണ് റോഡിൻ്റെയൊക്കെ വീതിയുണ്ടോ എൻ്റെ. ഓക്കെ, ഞാനൊന്ന് അങ്ങോട്ട് ചെന്നോട്ടെ. പക്ഷേ എനിക്കിപ്പോഴും കൺഫ്യൂഷൻ, ഇവിടെ നിന്നാണോ കയറേണ്ടത് അപ്പുറത്താണോ കയറേണ്ടതാണ്. ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ. ഇങ്ങനെ കണ്ടുകിട്ടി. ഞാൻ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് 24 എന്ന് പറയുന്ന ബസ്സാണ് എടുക്കേണ്ടത്. 24 എടുത്ത് അതിൽ 22 സ്റ്റോപ്പ്, അതായത് 25 മിനിറ്റിൽ ഈ പറയുന്ന സൗത്ത് മീഡ് റോഡ് സൗത്ത് സൈഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. പിന്നെ അവിടെ നിന്ന് 8 മിനിറ്റ് നടക്കണം. ഇതാണ് അപ്പോൾ ഈ സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതുവരെ എത്തിയിട്ടുണ്ട്. ബാക്കി കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാം. സൈക്കിൾ നല്ലതായിരുന്നാൽ അതെടുത്തുകൊണ്ട് അത് തിരിച്ച് ചവിട്ടി പോകുന്നുള്ളതാണ് പ്ലാൻ. നല്ലതായിരിക്കും. പ്രാർത്ഥിക്കൂ ഗൈസ്, പ്രാർത്ഥിക്കൂ. അങ്ങനെ വീണ്ടും വഴി അറിഞ്ഞൂടാത്ത ഏതോ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. സൗത്ത് മീഡ് ഡ്രൈവ് എന്നെന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു സൺറൈസ് അവന്യൂ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. ഞാനപ്പോൾ ഇനി എനിക്കൊരു 8 മിനിറ്റാണ് നടക്കാൻ പറഞ്ഞിരിക്കണേ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഈ നടത്തൊന്ന് വെറുതെ ആവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ഇവിടെ നിന്ന് റൈറ്റാണ് തോന്നുന്നത് കേട്ടോ. റൈറ്റാണ്. ഈ പണ്ടാരം ഇത്രയും നടന്നു പോയിട്ടേ
ഇതൊക്കെ വേസ്റ്റായി പോകുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. അവിടെ ചെന്ന് ഇവിടെ സൈക്കിളും ഇല്ല, ഒരു പണ്ടാരം ഇല്ലെന്ന് പുള്ളി പറയുകയോ, അവിടെ ഒന്നിൽ കൂടുതൽ സൈക്കിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയത്, കാരണം ഒന്ന് നമ്മളെ ജോലിയൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ, പഠിക്കാൻ വന്നല്ലേ, കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സൈക്കിൾ മേടിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എന്തായാലും. അപ്പോൾ അവിടെ 1-2 സൈക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാന്നുള്ളതാണ് പ്ലാൻ. ഇത് ഉണ്ടോ ഈ ചില വീടുകളിലേക്ക് നടയിൽ ഇങ്ങനെ സാധനം എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരിത് വെറുതെ കൊടുക്കാൻ ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് പോയി സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വീട്ടിൽ പോവാം. അങ്ങനെ ചിലർക്കൊക്കെ അങ്ങനെ സൈക്കിൾ കിട്ടിയവരവരുണ്ട് കേട്ടോ. എൻ്റെ ഒരു പരിചയക്കാരന് പുള്ളി ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ ഇതുപോലൊരു സൈക്കിൾ ഇട്ടിരുന്നു, അത് പുള്ളി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഇതേ കണ്ടോ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു വലിപ്പമേ. അപ്പോൾ ഇതെൻ്റെ സൈക്കിൾ ട്രാക്ക് ആയിരിക്കും. അപ്പോൾ ഐ സിൻസിയർലി വിഷ് ഇവിടെ നിന്ന് പോകുമ്പോൾ തിരിച്ചൊരു സൈക്കിൾ എടുത്ത് ഈ പാതയിലൂടെ ചവിട്ടി വീട്ടിൽ പോകണം എന്നുള്ളത്. കാരണം ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടൈം എടുത്തു. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളമായി. എനിക്ക് തോന്നുന്നു ഇത് സൈക്കിളിലാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. എസ്പെഷ്യലി നമുക്ക് സൈക്കിളിൽ വേറെ ട്രാഫിക് ഇല്ല, ഒന്നുമില്ല, ഈ റോഡിലൂടെ അങ്ങ് ചവിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നോക്കട്ടെ ഗൈസ്, എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ എവിടെയോ എത്തി. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ടാറ് ഇവിടെ നിന്ന് ഇനി അകത്തോട്ട് കയറാമോ എന്നുള്ളത് അറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ അവരെ വിളിച്ചു. ഇതൊരു ലേഡിയായിരുന്നു കേട്ടോ. എനിക്കിത് ഇങ്ങനെ പെട്ടെന്ന് ലേഡിയാണെന്ന് ആദ്യം മനസ്സിലായതില്ല. പേരിൽ പാലറ്റ് എന്നെന്തായിരുന്നു അവരുടെ പേര്. എനിക്കത് കണ്ടിട്ട് പാലറ്റ് ക്ലോത്തിൻ എന്നാണ് അവരുടെ പേര്. ഏത് നാട്ടുകാരിയാണെന്ന് പിടിയില്ല. ഞാനൊരു പുരുഷനായിരുന്നു പ്രതീക്ഷിച്ചത്. സൈക്കിളൊക്കെ ആയപ്പോൾ നമ്മൾ എൻ്റെ ഉള്ളിലെ പുരുഷൻ ഉണർന്നതാണ്, ക്ഷമിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒരു ലേഡി വരുമെന്ന് തോന്നുന്നു. അവർ ഈ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് ഓപ്പോസിറ്റാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവരിവിടോട്ട് വന്നിട്ട് എന്നെ ഗ്യാരേജിലോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ബൈക്സ് ഉണ്ടാവണം. നല്ലതൊരെണ്ണം നോക്കിയിട്ട് നല്ലൊരു റേറ്റ് കിട്ടിയാൽ നേരെ എടുക്കുന്നു. പിന്നെ ഞാനൊരു ബാഗ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ അകത്ത് ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹെൽമെറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട്, അത് നമ്മുടെ ഡിക്കാത്തലോൻ്റെ സ്വന്തം ഹെൽമെറ്റാണ്, ഹെൽമെറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട് തിരിച്ചു പോകുന്നുള്ളതാണ് പ്ലാൻ. ഇത് കണ്ടിട്ട് അതോരോ സെറ്റപ്പൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേര് ഒട്ടനവധി വണ്ടികളും കേട്ടോ. അതൊരു ഗ്യാസ് സ്റ്റേഷനാണ്. ഇറ്റ് പേസ് ടു ബൈ ഗ്യാസ് ഹിയർ. തിരിച്ചല്ലേ നമ്മൾ പേ ചെയ്തില്ലേ ഗ്യാസ് മേടിക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങി നടന്ന് ഇവിടെ ഒരു സ്റ്റോറിൽ വന്ന് കുറേ ബൈക്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനൊരു സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആൻഡ് ഐ ഫൈനലി എൻഡഡ് അപ്പ് ബൈയിങ് ദിസ് വൺ. ഇത് ബ്രാൻഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് നമുക്ക് വീട്ടിൽ പോയിട്ടൊക്കെ സൗകര്യം പോലെയൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെ ബെർഗമോണ്ടിൻ്റെയൊക്കെ ഒരു ഫ്രെയിം പോലെ ഉണ്ട്. ഒരു ബെർഗമോണ്ട് ലുക്കാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഐ പെയ്ഡ് $170 ഫോർ ദിസ്. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷേ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അങ്ങനെ കാനഡയിലെ ആദ്യ ബൈക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു വലിയ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷം ബൈക്ക് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ നമ്മുടെ പയ്യൻ റെഡിയാണ്, സൈക്കിൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ട് ഇത് ബെർഗമോണ്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഇവരൊരു പെയിൻ്റൊക്കെ അടിച്ച് ഇതിന് നാശമായി കളഞ്ഞു. ഫുൾ മാറ്റ് ബ്ലാക്ക് അടിച്ച് ഒരു പിടിയില്ലാതെ, അത് അടയാളം ബാക്കി വയ്ക്കാത്ത രീതിയിൽ പുള്ളി പെയിൻ്റ് അടിച്ചുള്ളത്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഇത് ബെർഗമോണ്ടാണോ ഒരു പിടിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ടൊറൻറ്റോ എന്ന് പറയുന്ന സ്ഥലം ഈ സൈക്കിൾ മോഷ്ടാക്കളുടെ നാടാണ്. അപ്പോൾ ഈ സൈക്കിള് വെളിയിലൊക്കെ വെച്ചിട്ട് പോയാൽ ആൾക്കാർ പണി പറ്റിക്കും, മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഡോൾഡ്രാമ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ ഒരു ലോക്ക് കിട്ടും. 2 ലോക്ക് മേടിക്കാൻ അവർ ഡോൾഡ്രാമയിൽ വില കുറച്ച് ലോക്ക് കിട്ടും. അവിടെ പോയി 2 ലോക്ക് മേടിച്ചോളൂ. ഒന്ന് വീൽ ലോക്ക് ചെയ്ത് വെക്കാനും, ഒന്ന് സൈക്കിളിന് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കാനും. ആ പാകത്തിന് 2 ലോക്ക് മേടിക്കാനാണ് പുള്ളിക്കാർ പറഞ്ഞു. ആൻഡ് ദാറ്റ്സ് ലുക്സ് സെൻസിബിൾ. അപ്പോൾ നോക്കാം. പിന്നെ ഞാൻ അധികം അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല. ഞാൻ മിക്കവാറും കോളേജിൽ പോകാനും പിന്നെ എന്തെങ്കിലും പച്ചക്കറി മേടിക്കാനൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൈക്കിൾ ഞാൻ നോക്കുമ്പോഴേ, അവിടെയുള്ള ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ ഒരു സാധനം ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് വരാനോ ഒരു ചെറിയ കാരിയറും കൂടെ ഉണ്ട്. അതൊരു കണക്കിന് നല്ലതല്ലേ. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിത് നോക്കാം. ഓൾട്ടസാണ്, അപ്പോൾ അത്യാവശ്യം ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആയിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് ടൂർണിയാണെന്ന് തന്നെ തോന്നണേ.
എന്നാൽ ഈ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നൈസായിട്ട് ഒരു തുണിയും ഇതൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. നമ്മുടെ പുതിയ പടക്കുതിര റെഡി. അങ്ങനെ കാനഡയിൽ തൊപ്പി വെച്ചെന്നെ കണ്ടല്ലോ. സൈക്കിളുണ്ട്. ഞാൻ അതൊക്കെ ഇവിടുന്ന് വഴികളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. വഴികളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വഴികളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി സൈക്കിളുണ്ടല്ലോ, ഇനി വഴി പഠിക്കാൻ സത്യം പറഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഇടയിലൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമ്മളിങ്ങോട്ട് ഇതേ പോകുന്നു. ഒരു ട്രെയിൻ പോകുന്നുണ്ടോ, ട്രെയിൻ റോഡിലൂടെ പോകുന്ന ട്രെയിൻ. ഇതിന് വേറെന്തോ പേരുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്ന് തന്നെ എനിക്കൊരു പിടിയില്ല. എന്തായാലും ഇതാ ഡോളറാമ അവർ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതും സൈക്കിൾ പാത്താണെന്ന് തോന്നുന്നത്. എൻ്റെ ശരി കാണുന്നത് എന്താണെങ്കിലും ഫാർമസി ജംഗ്ഷന് അടുത്ത ജംഗ്ഷൻ ലെഫ്റ്റൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ തിരക്കൊന്ന് മാറിയിട്ട് വീഡിയോ എടുക്കാതായിരിക്കും നല്ലത്. ഗൈസ്, ഞാനിങ്ങനെ ചവിട്ടി വരുമായിരുന്നേ. അപ്പോൾ ഇതെന്തോ ഗാറ്റിനോ എന്തോ ഒരു ഹൈഡ്രോ ട്രെയിൽ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഗൂഗിൾ മാപ്പ് ഒരു വല്ലാത്ത പ്രശ്നം. ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പ് അങ്ങ് മൊത്തത്തിൽ എന്ന് വെച്ചാൽ ലോക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഓഫായി പോകും. ഇത് കണ്ടോ എങ്ങനെയുണ്ട് സ്ഥലം? കിടു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് 1.5 കിലോമീറ്റർ ഉള്ളത്. ഞാനപ്പോൾ ഒന്ന് ചവിട്ടി നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. വൻ വൈബ് സ്ഥലാട്ടാ ഇത്. അവിടെ ക്രിക്കറ്റ്, എൻ്റെ നല്ല ഒന്നാന്തര ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിലൊക്കെ ആരാ കളിക്കാത്തത്? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നോക്കിയേ എന്ത് രസം നോക്കിയേ. വേറൊരു സൈക്ലിസ്റ്റ് പോകുന്നു. ഇത് സീരിയസ് ക്രിക്കറ്റാ കേട്ടോ. മറ്റേ നമ്മുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റാ ഇതെന്താ സംഭവം? ഇത് വെസ്റ്റ് ഇൻഡീസ് ടീമും ഒന്ന് കളിക്കുന്ന പോലെ ഉണ്ട്. ആ വെസ്റ്റ് ഇൻഡീസ് ബൗളറിനെ ഒക്കെ പോലെ ഉണ്ട് അയാളെ കാണാൻ. എനിക്ക് തോന്നുന്നു ഓക്കെ ആ ടൊറൻറ്റോന്ന് അവിടെ കാണുന്നതാണ് മെയിൻ റൂട്ട്. ഇത് ഞാൻ അതിൻ്റെ പാരലലി ആ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വൈബ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ടെന്നീസ് ബോളിൽ നമ്മളെ സാധാരണക്കാരുടെ കളി ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ക്രോസിങ്ങിലാണ്. അവിടെ ബൈസൈക്കിൾ സിഗ്നൽ എന്ന് പറഞ്ഞ് വേറൊരു സൈക്കിൾസിന് സെപ്പറേറ്റ് സിഗ്നൽ ഉണ്ട്. ഇത് ക്രോസ് ചെയ്ത് എനിക്ക് വേണ്ടി സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ ഗൈസ്, ഈ വെർട്ടിനോ കോറിഡോർ ഹൈഡ്രോ ട്രെയിൽ എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നല്ല ഹെഡ് വിൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ജാക്കറ്റ് കൊണ്ടുവരാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് എന്നെ നന്നായിട്ട് തടയുന്നുണ്ട്. ഇനി എനിക്കൊരു 15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് 1 കിലോമീറ്റർ കൂടെ ഈ ട്രെയിനിലൂടെ പോയിട്ടാണ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാൻ പോകുന്നത്. കൊള്ളാം കേട്ടോ, വൈബാണ്. വെള്ളം തായ്ക്കുന്നുണ്ട്. ഞാൻ വെള്ളമൊന്നും എടുത്തില്ലായിരുന്നു. സൈക്കിൾ കിട്ടുമില്ല എന്നുള്ളതൊരു തീരുമാനമായില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഈ സാധനം വലിച്ചിടാൻ അമ്മേ. ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ കാറ്റിനെ ചെറുക്കാൻ തയ്യാറായി കഴിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോകാം. സംഗതി സൈക്കിളിലോട്ട് അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ അറിയുമോ? വഴി അറിയില്ല. ഓരോ ജംഗ്ഷനിലെത്തിയിട്ട് കറക്റ്റാണോ നോക്കി പോവുക. എനിക്കിതൊന്നും അവിടെ നിന്ന് ഞാൻ അടുത്ത റൈറ്റ് എടുക്കണം, കെനഡി റോഡ്. അവിടെ നിന്ന് പിന്നെ അടുത്തൊരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം. അതാണ് ഇപ്പം എൻ്റെ റൂട്ട്. പക്ഷെ എന്തായാലും കൊള്ളാം കേട്ടോ, ഒരു സൈക്കിൾ കൊള്ളാം കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ നല്ല സൈക്കിളാണ്. നല്ല റോളിംഗ് ഒക്കെ ഉണ്ട്. ചുമ്മാ ചവിട്ടി കൊടുത്താൽ മതി. ആശാൻ പണിയെടുക്കുന്നുണ്ട്, നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഹസ്ബൻഡിന് ഈ സൈക്കിൾ ഇങ്ങനെ മേടിച്ചിട്ട് സെക്കൻഡ്സ് മേടിച്ചിട്ട് അത് പണി ഒഴിഞ്ഞ് വിൽക്കുന്ന എന്തോ ബിസിനസ്സാണ്. എന്തായാലും എനിക്കും വലിയ നഷ്ടമായിട്ട് തോന്നുന്നില്ല, കാരണം ഇതുവരെ സോഫാർ നന്നായിട്ട് വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇതാണ് കെനഡി റോഡെന്ന ഈ റോഡിൻ്റെ പേര്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ഞാൻ വീണ്ടും കുറച്ച് സിറ്റിയിലൂടെയൊക്കെ വന്നു. അന്നേരം ഞാൻ ഫോൺ എടുത്തില്ല, ക്യാമറ എടുത്തില്ല. വീണ്ടും ഞാൻ ഹൈഡ്രോ കോറിഡോറിൻ്റെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നത് ഇവർ സൈക്ലിംഗ് പാത്തിലൂടെ വന്ന് പിന്നെ ആ ഡീൻ പാർക്ക് എന്ന് പറയുന്ന എൻ്റെ സ്ഥലമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിളിയൊക്കെ പറന്നു പോകുന്നു. ഇതുപോലെ ലൈൻസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈൻ എവിടെയോ ചെന്ന് അവസാനിക്കുന്നിടത്താണ് ഞാനെന്ന് ഫസ്റ്റ് ഇട്ടട്ടെ, കയറ്റാണ്. ഓക്കെ, ഈ ലൈൻ എവിടെയോ ചെന്ന് അവസാനിക്കുന്നിടത്താണ് എനിക്ക് എത്തേണ്ടത്. എന്തായാലും എത്താം. കണ്ട എന്ത് രസമല്ലേ ഈ മരങ്ങളൊക്കെ.
യാ വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് പറ്റത് തന്നെയാണ് കേട്ടോ. സൈക്കിൾ ചവിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഈ പ്രകൃതി ഭംഗിയായിട്ട് തോന്നിയത്. നടന്നപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ബസ്സിൽ കയറിയപ്പോൾ തോന്നിയതേ ഉണ്ടായിരുന്നില്ല. ഓ ഇവിടെയൊക്കെ കാര്യമായിട്ട് പരിപാടികൾ കേട്ടോ. സമ്മർ ആൾക്കാരൊക്കെ പുറത്തിറങ്ങും. ഇത് നോക്കി പട്ടികളെ കൊണ്ടുവന്ന് അടിപൊളി സ്ഥലമാണ്. പഠിക്കുകയാണ് കാരണം അവർക്ക് സമ്മർ മാത്രമല്ലേ ഉള്ളൂ. നമ്മളെപ്പോലെ എല്ലാ സീസണിലും കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമ്മർ മാക്സിമം ആഘോഷമാക്കുകയാണ്. സമ്മറിലെ സ്പ്രിങ്. യാ കേട്ടോ, ഒരുപാട് പട്ടികൾ ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാം പെറ്റ് ഡോഗ്സാണ്, എല്ലാത്തിനും ഓണേഴ്സുണ്ട്. ഒരു കുപ്പി വെള്ളം കൂടെ കയ്യിലെടുക്കേണ്ടതായിരുന്നു, അതൊരു മണ്ടത്തിനായി പോയി. നാട്ടിലെ പോലെ അങ്ങനെ ദാഹിക്കില്ല, പക്ഷേ നമുക്ക് തൊണ്ടയിൽ ഫീൽ ചെയ്യും. നമുക്ക് ഒരു തൊണ്ട പറ്റുക എന്ന് പറയില്ലേ, ആ ഒരു ഫീലുണ്ട്. എന്തായാലും നോക്കാം. ഉണ്ടോ ഇത് ഇവിടെ ഒരു ചെറിയ ബാർബിക്യൂ സെറ്റപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെ ഒരു ആഘോഷിക്കുകയാണ്. ഇവിടെ ഈ ഓരോ ഇതിൻ്റെ അകത്തും കാണുന്ന സ്പേസിനകത്ത് ആൾക്കാരിങ്ങനെ കൂടിയിരുന്നു. ഭയങ്കര വൈബാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടിയില്ല കേട്ടോ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇതുവഴി സ്കാർബ്രോ, അതുവഴി മോർണിംഗ് സൈഡ്, അങ്ങനെ എൻ്റെ വീടെത്തുമെന്ന് തോന്നണേ. പിന്നെ സൈക്കിൾ ചവിട്ടി ഞാൻ കേരളം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടിട്ടൊരു കേരളം വെക്കില്ലേ, നല്ല രസമുണ്ട്. പിന്നെ അഗൈൻ ഞാൻ ഈ ക്യാമറ കയ്യിലെടുക്കുന്നത് ഈ റോഡ് വളരെ വിജനമായതുകൊണ്ടും ഒഴിഞ്ഞതുകൊണ്ടും ഇത് സൈക്കിൾ പാത്തായതുകൊണ്ടും വേറെ കാറും ഇങ്ങനെയുള്ള ഒന്നിൻ്റെയും വരില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ്. നോട്ട് ആൻ അഡ്വൈസബിൾ പ്രാക്ടീസ് ദോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത്രത്തോളം സേഫ് ആയതുകൊണ്ടാണ് ഈ സാധനം എടുക്കുന്നത്. ഈ എൻ്റെ അമ്മേതല്ല ബ്രിഡ്ജ് മേ ബി സ്ലിപ്പറി കണ്ട ഒരു അത് സ്ലിപ്പറി ഒന്നല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ടേൺ ലെഫ്റ്റ് ആണല്ലോ പറയണേ. ഈ ലെഫ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്കേണ്ടി വരും. ഇന്നിവിടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കണ്ട നല്ല വൈബ് സ്ഥലം അല്ലേ. ടേൺ ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റാണ് പറയണേ. ഓ വാ അടിപൊളി. ഇതാക്കിന്ന് ഒരു മച്ചൻ സൈക്കിളോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് മറ്റേ സൈക്കിളാണ്. അളിയൻ കൈയൊക്കെ പിടിക്കാതെ കട്ടർ ഷോയിൽ കൈ പിടിക്കാതെ ചോട്ടി പോവുക. അത് മറ്റേ ഇലക്ട്രിക്കാണ്. നോക്കാം. എങ്ങനെ ഇതിപ്പോൾ എവിടോട്ട് തുറന്ന് പിടിച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞതുപോലെ എന്ത് രസമാണെന്ന് നോക്കിയേ. ഓരോ മരങ്ങളും ഓരോ ഭംഗിയല്ലേ, രക്ഷയില്ല. നല്ല നല്ല ഈ മരത്തിനൊക്കെ എന്താ ഭംഗിയെന്ന് നോക്കിയേ. അതെ അപ്പുറത്ത് ഇതുണ്ടോ, ഓരോ കളറും പരിപാടി നല്ല രസമുണ്ട്. അപ്പോൾ ഇനി എനിക്കൊരു 10 എന്ന് തോന്നുന്നു, എനിക്കൊരു 8 കിലോമീറ്റർ കൂടെ എന്തോളം തോന്നും. കയറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നിലിടട്ടെ. മിസ്സിങ് മൈ കട്ടപ്പ ബ്രോ, മിസ്സിങ് മൈ കട്ടപ്പ. അങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത്. പല നമ്പേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്പേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനുള്ളതാണെന്ന് അറിയില്ല. ഇത് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലിട്ടേനെ. ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താണ് ഈ സ്ഥലം. പിന്നെ എനിക്ക് തോന്നുന്നത് വലിയ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഐ എം അപ്രോച്ചിങ് സ്കാർബ്രോ. ഇനി സ്കാർബ്രോ ഒന്ന് മോർണിംഗ് സൈഡ് എന്ന് പറയുന്ന സ്ഥലത്തോട് പോകണം. അവിടെ നിന്നാണ് എനിക്കെൻ്റെ സ്ഥലത്ത് പോകേണ്ടത്. ചവിട്ടി വീട്ടിൽ പോട്ടെ, വിശന്ന് തുടങ്ങി ചെറുതായിട്ട്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 6.2 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് എന്തോ സ്കാർബ്രോ ഗോൾഫ് ക്ലബ് റോഡ് എന്ന് പറയുന്ന റോഡാണ്. നല്ല രസമല്ലേ. സൈക്കിൾ പാത്ത് ഇവിടെ, സൈക്കിൾ പാത്ത് ഇവിടെ, മെയിൻ റോഡ് ഇവിടെ, അപ്പുറത്ത് ഒരു സൈക്കിൾ പാത്തിലൂടെ മറ്റൊരു വെച്ചാൽ ഇലക്ട്രിക് സൈക്കിൾ ചവിട്ടി പോകും. എന്ത് രസമല്ലേ. അപ്പം എന്തായാലും മുന്നോട്ട് പോവാം. ഇങ്ങനെ ചവിട്ടി വന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. എന്ത് രസമല്ലേ. നമ്മൾ ഈ പണ്ട് ഇതിലൊക്കെ കാണുന്ന വാൾപേപ്പറിൻ്റെയൊക്കെ ഒരു ഭംഗി. ഇതൊക്കെയാണ് വാൾപേപ്പറായി മാറുന്നത്. അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടോ, മാൻ ചാടുമെന്നാണ് കാണിക്കുന്നത്. എൻ്റെ അമ്മേ, ഇനി ഒരു മാനും കൂടെ എടുത്ത് കുറുകെ ചാടിയിൽ എന്താവുന്നുള്ള അറിയില്ല. എന്തായാലും കൊള്ളാട്ടെ. ആണ് മോർണിംഗ് സൈഡ് അവന്യൂ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് സെൻറ്റിനിയൽ കോളേജ്. അത് എൻ്റെ കോളേജിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണ്. അപ്പോൾ എനിക്കിനി വീണ്ടും പോകേണ്ട അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോകാം. ഈ പുറകെ കാണുന്ന സംഭവം കണ്ടോ, നല്ല വലിയ കയറ്റമായിരുന്നു. ചവിട്ടി കയറി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോഴാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ അറ്റ് സ്കാർബ്രോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ബോർഡുണ്ടത്. ഇത് ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 1 ഓഫ് ദി ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസിൻ്റെ അകത്ത് വരുന്ന
യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഒരു ദിവസം ഇവിടെയൊക്കെ സൈക്കിൾ കൂട്ടി പോകാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ജംഗ്ഷനിൽ ഞാൻ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ മുന്നോട്ട് പോട്ടെ. അതുപോലെ ഫോണിൽ ചാർജ് കയറാറായി. അപ്പോൾ ഇനി ഗൂഗിൾ മാപ്പ് കുറച്ച് നേരം കൂടെ കിട്ടുള്ളൂ. അതിന് വേണ്ടി വീഡിയോ ഓടിക്കണം. ഒരു 5-10 മിനിറ്റിലെത്തും. ഞാനിന്ന് ചവിട്ടി എൻ്റെ ഏരിയ എടുക്കാറായി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് സൈക്കിളിന് മാത്രമുള്ള പാതയാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് നൈസായിട്ട് ചവിട്ടി പൊക്കോണ്ടിരിക്കാം. നമ്മളാരും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കില്ല. അത് കൊള്ളാമല്ലേ? എന്ത് രസമായിരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സൈക്കിൾ പാത ഉണ്ടെങ്കിൽ. നമ്മളവിടെ പേരിന് സൈക്കിൾ പാത ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും കയറി കൈ കടത്താറുണ്ട്. കണ്ടപ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ ഞാൻ ചവിട്ടി വീണ്ടും നമ്മുടെ മറ്റേ ഗാറ്റിങ്ങോ ഹൈഡ്രോ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഊഹം കിട്ടിയെന്നേ ഉള്ളൂ, പക്ഷേ എത്ര വ്യക്തമായില്ല. കാരണം ഈ ട്രെയിനിലൂടെ തന്നെ ഈ ഫുള്ള് വന്നാൽ പോരെ എന്ന് ഞാൻ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഗൂഗിളിനോട് ചോദിക്കാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ ഇതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. പക്ഷേ ഇത് വീണ്ടും ആ ട്രെയിൻ വന്നു. ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ കൊണ്ട് എന്നോട് ഇത് കൂടെ പോകാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡീൻ പാർക്ക് റോഡ് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിടിയില്ല. ഇറങ്ങി പോയി നോക്കാം. അതെ ഗൈസ്, നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡീൻ പാർക്ക് റോഡ് എത്തി. ഓക്കേ, അവിടെ നിന്ന് റൈറ്റ് എടുത്താണ് ഞാൻ വന്ന വഴി. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ ഇനി എൻ്റെ ആ റോഡിലോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ വീടെത്തി. കൊള്ളായിരുന്നു കേട്ടോ. നല്ല റൈഡായിരുന്നു, നൈസായിരുന്നു. ഒരു 20-25 കിലോമീറ്ററോളം ഈസിലി കിട്ടിയിട്ടുണ്ടാവും. സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ തന്നെ ഈ കപ്പലാണ്, ഈ കുഞ്ഞു ബോട്ടാണ് ഞാൻ അടയാളം വെച്ചിരിക്കുന്നത്. അതെന്തായാലും വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശന്നു തുടങ്ങി. സമയം ഒരു വഴിയായി. അങ്ങനെ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിമനോഹരമായ നമ്മുടെ കാനഡയിലെ ആദ്യത്തെ റൈഡിലൂടെ അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ സൈക്കിളും സേഫായിട്ട് വെക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ, ജോലിയുടെ ഇടയിൽ സമയം കിട്ടുന്നെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.